ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു ഈദ് വ്ലോഗാണ്. ഈദൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയി. ഈദ് കഴിഞ്ഞു, പിന്നെ ഇവിടെ ഒരു വെക്കേഷനായിരുന്നു നമുക്ക്. വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ റീ ഓപ്പണിങ്ങും കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയപ്പോൾ ആണ് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ മാത്രമല്ല, അതിൻ്റെ കുറച്ച് മുന്നേ ഉള്ള ദിവസങ്ങളിലെയും കുറച്ച് കാര്യങ്ങളും നമ്മുടെ ഷോപ്പിങ്ങും ഈദിനുള്ള ഒരുക്കങ്ങളും അന്നത്തെ ദിവസത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കൂടിയുള്ള ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈദിന് ഡ്രസ്സൊക്കെ എടുക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ വീട്ടിലോട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പോയത്. അപ്പോൾ നമുക്ക് ഒരൊറ്റ ദിവസമൊന്നും ഷോപ്പിങ്ങിന് ഞാനങ്ങനെ പോകാറില്ല. ഞാനെപ്പോഴും നമ്മുടെ രാത്രി തറാവിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോകാറ്. അപ്പോൾ ഒരു കംഫർട്ട് സെറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി അതെല്ലാം വാങ്ങിച്ചു. അതിന് ശേഷം നമുക്ക് ഐക്യയിലും കൂടെ ഒന്ന് കയറാനുണ്ട്. അപ്പോൾ ഐക്യയിലും ഒന്ന് കയറി ഇതാ ഈ ഒരു ക്ലോത്ത് ഡ്രയർ, നമ്മൾ അലക്കിയത് തുണി ഉണക്കാനിടുന്ന സാധനം, അത് വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് വാങ്ങിച്ചു. ഇതാ ഈ ഒരു ഏരിയ ആണ് ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഐക്യയിൽ ലെസ് പ്രൈസിന് നമുക്ക് സാധനങ്ങൾ കിട്ടുന്നൊരു സ്ഥലം. അവർ തന്നെ അവരുടെ ഷോപ്പിൽ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന ഫർണിച്ചറിലൊക്കെ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ ഒരു ലെസ് പ്രൈസിന് നമുക്ക് കുറച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ കിട്ടും. അതുപോലെ ക്രോക്കറി ഐറ്റംസും ഉണ്ട് കേട്ടോ. അത് ഈ ഒരു ഏരിയയിലാണ്. ഞാൻ മുൻപേ പറഞ്ഞു ഒരൊറ്റ ദിവസം കണ്ടിന്യൂ ആയിട്ട് എടുത്ത വീഡിയോ അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പൊക്കെ കഴിയാറായി. അപ്പോൾ പെരുന്നാളൊക്കെ ആവുന്നതിന് മുൻപേ തന്നെ എനിക്ക് ബാൽക്കണി ഒരു കാര്യമായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ ഒരു ആമ്പലിട്ടിരിക്കുന്ന പോട്ട് മുൻപത്തെ വീഡിയോ കണ്ടിരുന്നവർക്കറിയാം. അപ്പോൾ അത് ഏകദേശം നാശമായി തുടങ്ങുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അത് ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഡീപ്പ് ക്ലീനിങ്ങിന് ഇറങ്ങിയത്. നമ്മൾ റമദാൻ തുടങ്ങുന്നതിന് മുൻപെയാണ് ബാൽക്കണി ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തത്. ഇനി ചെടിയിൽ മണ്ണും വളവും ഒക്കെ ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു. റമദാനാകുമ്പോൾ ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ കയറും. കാരണം ക്ലൈമറ്റും അധികം സണ്ണി അല്ലാത്തതുകൊണ്ട് ചെടിക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഫുള്ളായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കണം. കൂട്ടത്തിൽ എൻ്റെ അടുത്തൊരു ക്ലൈംബർ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെതായി ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സംവിധാനം ഞാനിവിടെ വാളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ആണി വെച്ചിട്ട് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കണം. നോമ്പിൻ്റെ സമയത്ത് പിന്നെ നമുക്കൊരു മടിയും, പിന്നെ ഞാൻ പറഞ്ഞ അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കും. അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ക്ലീനിങ് ഞാൻ വിചാരിക്കും ഏതായാലും ഇതിനൊന്ന് ക്ലീൻ ചെയ്യണം, അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ നീണ്ടുപോയതാണ്. ഇന്ന് എന്തായാലും ഒരു 3-4 മണിക്കൂർ എടുത്തിട്ട് ഞാൻ ബാൽക്കണി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീനിങ് കൂടാതെ ക്ലീനിങ് ഭയങ്കര കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെടിയിൽ മണ്ണിട്ട് കൊടുക്കലും, എനിക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ അതിനെയും കൂടെ കുറച്ച് മണ്ണും വളമൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഒരു പുതിയൊരു ഫ്ലവറും കൂടെ വിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ സാറ്റർഡേ ആയിരുന്നു. സാറ്റർഡേ നമ്മൾ ഈ ഷോപ്പിങ്ങിന് ഇറങ്ങി. ആദ്യം പിള്ളേർക്കുള്ള ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. പിന്നെ അവരെയും കൊണ്ട് ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ അവർക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എളുപ്പം തന്നെ ആ ഒരു ദിവസം തന്നെ എനിക്ക് സാധനങ്ങളെല്ലാം കിട്ടി. നമ്മൾ ആസ് യൂഷ്വൽ ഡ്രസ്സ് വാങ്ങിക്കാൻ വന്നതാണ്. എന്നിരുന്നാലും കുറച്ച് ക്രോക്കറിയൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ ഡ്രസ്സൊക്കെ നമുക്ക് എളുപ്പം തന്നെ കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓൾറെഡി ഡ്രസ്സ് ഓൺലൈനിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിവിടെ നേരെ വന്ന് സ്റ്റോറിൽ വന്ന് അതിൻ്റെ മെറ്റീരിയലും കൂടെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് അതാണ് എളുപ്പം തന്നെ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഈ ഒരു ടോയ്സ് ഫോർ ലെസ്സിൽ പോയി ഈദിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ടോയ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഞാനിവിടെ എപ്പോഴും ഈ ഒരു ഷോപ്പിങ്ങിനെ കാണുമെന്നുണ്ടെങ്കിലും അവിടെ പോയിട്ടൊന്നും നോക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ പോയി. അപ്പോൾ പോയപ്പോഴാണ് അവിടെ ഒരു കുഴപ്പമില്ലാത്ത പ്രൈസിനാണ് കേട്ടോ ടോയ്സൊക്കെ. അപ്പം UAE പോവാത്തവരുണ്ടെങ്കിൽ എന്നെപ്പോലെ ഒരു തവണ ഒന്ന് പോയി നോക്കൂ. സാറ്റർഡേ പിന്നെ ഞാൻ വേറെ വീഡിയോസൊന്നും എടുത്തില്ല. വേറെ വിശേഷങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ഡേ സൺഡേ നമുക്ക് രാവിലെ തന്നെ ബാൽക്കണിയിൽ നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് ആമ്പലൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഒരു ആമ്പൽ വിരിയുന്നത്. ഞാൻ ഏകദേശം ആ ഒരു പ്ലാന്റ് പോയി എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്നിരുന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തത്. അപ്പം മാഷാഅല്ലാ ഉഷാറായി വന്നിട്ടുണ്ട്. ബാക്കി ചെടികളൊക്കെ വളം ഇട്ട് കൊടുത്തതുകൊണ്ട് അതും കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. അന്ന് രാത്രി നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ UAE നമ്മൾ ട്യൂസ്ഡേ ഈദ് വരും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺഡേ രാത്രി ഫ്രീ ടൈം കിട്ടിയപ്പോൾ മൈലാഞ്ചി ഇട്ടു. എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇട്ടുന്നത്. ആൾ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. എല്ലാ തവണയും ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഇടാറ്. ഇത്തവണ ഇനി ട്യൂസ്ഡേ ആയാലും ഭയങ്കര ഹറിബറി ആവുമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഒഴിവ് കിട്ടിയപ്പോൾ വേഗം തന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ടു.
ആ ഒരു മൺഡേ ഞാൻ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കാരണം ഭയങ്കര ഹറിബറി ആയിരുന്നു. കൂട്ടത്തിൽ പിറ്റേ ദിവസം ഈദ് വരുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനും എല്ലാം കൂടെ. അപ്പോൾ ഇത് ട്യൂസ്ഡേയിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അന്ന് വാങ്ങിച്ച ഒരു കംഫർട്ടറൊക്കെ വിരിച്ച് ബെഡൊന്ന് എന്താ പറയുക സെറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പെരുന്നാളിന് എപ്പോഴും ഞാൻ പുതുതായിട്ടൊരു ബെഡ്ഷീറ്റ് വാങ്ങിച്ച് വിരിക്കാറുണ്ട്. അപ്പം ബെഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്തവണ നമുക്ക് ട്യൂസ്ഡേ അല്ല വെനസ്ഡേ ആയിരുന്നു നോമ്പ് 30 കിട്ടി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈദ് കുറച്ച് സമാധാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ഹറിബറി ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ്റൂം ഒന്ന് റീഅറേഞ്ച് ചെയ്യാനുണ്ട്. ഈ ഒരു സ്റ്റാൻഡില്ലേ, അതെനിക്ക് അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു എന്താ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഫീൽ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ. അങ്ങനെ അതൊന്നും ഞാൻ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ആ ഒരു സ്റ്റാൻഡ് ഞാൻ വേറെ വാഷ്റൂമിൽ കൊണ്ടുവച്ചു. ഇവിടെ എനിക്കൊരു കുഞ്ഞി ട്രേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ട്രേ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ മുൻപത്തെ സ്റ്റാൻഡിൽ അത്യാവശ്യം കുറച്ചും കൂടി സാധനങ്ങൾ നമ്മളെപ്പോഴും യൂസ് ചെയ്യാത്ത സാധനങ്ങളും കൂടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വെച്ച് ഇങ്ങനെ ഒരു ട്രേ വയ്ക്കാം. അതിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമ്മൾ ഡെയിലി അല്ലെങ്കിലും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്കെന്തോ അങ്ങനെ ഇങ്ങനെ എപ്പോഴും അതവിടെ കാണുമ്പോൾ ഒരു ഇത്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ട്രേയും കൂടെ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സെയിം പോലെ തന്നെ ഒരു വൈറ്റ് ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ചെയ്യാനുള്ള റീസൺ ഇത് ഒരു സ്റ്റീലിൻ്റെതായതുകൊണ്ട് വെള്ളം വരുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ ആ ഒരു തുരുമ്പെടുക്കില്ലേ അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ചേഞ്ച് ചെയ്ത് കൊടുത്തത്. എന്തായാലും രണ്ടും ഒരേപോലെയുള്ള 2 ട്രേ ആണ്. അപ്പം ഇത് റെഡ് ടാഗ് എന്നാണ് കേട്ടോ കിട്ടിയത്. ലാസ്റ്റിലുള്ള 2 പീസായിരുന്നു. ഭാഗ്യം അതെനിക്ക് തന്നെ കിട്ടി. അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ അവിടെയുള്ള പ്ലാന്റൊക്കെ മാറ്റിയിട്ട് ഈ ഒരു വലിയ പ്ലാന്റ് ഇവിടെ വെച്ച് കൊടുത്തു. ഈ പ്ലാന്റ് എൻ്റെ കയ്യിൽ മുൻപേ ഉണ്ടായിരുന്നു, പക്ഷേ ആ പ്ലാന്റ് പോട്ട് എനിക്ക് ഈ അടുത്താണ് കിട്ടിയത്. അപ്പോൾ അത് ഞാൻ വാഷ്റൂമിലോട്ട് മാറ്റി. അങ്ങനെ വാഷ്റൂമൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ടെടുത്തു. അങ്ങനെ വാഷ്റൂം പരിപാടികളും ബാക്കി ബെഡ്റൂമിലെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗിഫ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ ആളുടെ ഒരു എന്താ പറയുക അവർക്കൊരു ചെറിയൊരു സന്തോഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് എനിക്ക് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് ഗിഫ്റ്റ് കിട്ടാനും അതുപോലെ തന്നെ ആർക്കെങ്കിലും റാപ്പ് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കാര്യമായിട്ട് റാപ്പ് ചെയ്യാനൊന്നും അറിയില്ല, പക്ഷേ അത് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ബാൽക്കണിയിൽ ചെറുതായിട്ട് ഇതുപോലെയുള്ള ലൈറ്റ്സ് ഇത് റമദാനിന് വാങ്ങി വെച്ചതാണ് കേട്ടോ, പക്ഷേ ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റമദാൻ കഴിഞ്ഞു, ഇതാ പെരുന്നാളൊക്കെ ആയി. അപ്പോൾ പെരുന്നാളിന് ഞാൻ കുറച്ച് ലൈറ്റ്സൊക്കെ ഒന്ന് ബാൽക്കണിയിൽ വെച്ചു. അതുപോലെ തന്നെ ഹാളിലും ലൈറ്റ്സൊക്കെ വെച്ചു. അപ്പോൾ തലേ ദിവസം നമ്മുടെ പെരുന്നാൾ രാവിന് അന്ന് കുറച്ച് എന്താ പറയുക സാധാരണ പെരുന്നാൾ രാവിൻ്റെ അന്ന് ഭയങ്കര ഹറിബറി ഷോപ്പിങ്ങും എല്ലാം ആയിരിക്കും ലാസ്റ്റ്. പക്ഷേ ഇത്തവണ നമുക്ക് ഒരു ദിവസം കൂടി കിട്ടിയതുകൊണ്ട് എല്ലാം ഭയങ്കര സമാധാനത്തിലായിരുന്നു എല്ലാം ചെയ്തത്. അപ്പോൾ തലേ ദിവസം പെരുന്നാൾ രാവിന് ഇതുപോലെ വീട്ടിലൊരുക്കങ്ങളൊക്കെ നടത്തി വീട്ടിൽ തന്നെയാണ് ഇരുന്നത്, എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വീടിൻ്റെ കുഞ്ഞു കുഞ്ഞു ഒരുക്കങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കിച്ചണിലോട്ട് കയറണം. ഞാൻ രാത്രി തന്നെ ബിരിയാണിക്കുള്ള മസാലയും പിറ്റേ ദിവസത്തെ സ്നാക്സിന് രാവിലത്തോട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തു വെക്കാമെന്ന് ഓർത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെരുന്നാളിൻ്റെ ആ ഒരു തലേ ദിവസം ഇപ്പോൾ ട്യൂസ്ഡേ ആണെങ്കിലും മൺഡേ നൈറ്റിൽ അതല്ലെങ്കിൽ ട്യൂസ്ഡേ നൈറ്റിലാണ് മൈലാഞ്ചി സാധാരണ ഇടാറ്. എനിക്ക് നേരത്തെ ഇട്ട് വയ്ക്കുന്നത് തീരെ ഇഷ്ടമല്ല, കാരണം കളറ് പോവോ എന്നുള്ള ഡൗട്ടാണ് എപ്പോഴും. പക്ഷേ ഇത്തവണ പെട്ടെന്ന് സൺഡേ രാത്രി ഒരു ഒഴിവ് കിട്ടിയപ്പോൾ ഞാൻ അവളെ വിളിച്ചപ്പോൾ ആൾ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ മൈലാഞ്ചി ഇട്ടതാണ്. അത് എത്രയോ നന്നായെന്ന് തോന്നി. കാരണം ഈ ഒരു ദിവസം ഭയങ്കര സമാധാനത്തിൽ നമുക്ക് സാവധാനം നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഉള്ളി പരിപാടികളൊക്കെയാണ് തീർത്ത് വെക്കുന്നത്. ആവശ്യമുള്ള എല്ലാ ഉള്ളിയും ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് അപ്പം ജിഞ്ചർ ഗാർലിക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് എന്താ പറയുക ഇടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉള്ളിപ്പണി കഴിഞ്ഞാൽ തന്നെ എനിക്ക് ബിരിയാണിയോ അതല്ല എന്തുണ്ടാക്കാനും ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ഉള്ളി ആരെങ്കിലും ക്ലീൻ ചെയ്ത് അതൊന്ന് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഒരു പകുതി പണി കുറഞ്ഞ പോലെ കേട്ടോ എനിക്ക്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഉള്ളിയെല്ലാം ക്ലീൻ ചെയ്തു, ബിരിയാണിയുടെ മസാല ഉണ്ടാക്കി, സ്നാക്സിൻ്റെ കുറച്ച് പരിപാടികളും ചെയ്തു. അതൊന്നും ഞാൻ വീഡിയോ ക്ലിപ്സ് എടുത്തിട്ടില്ല, ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ ഇങ്ങനെ ഞാൻ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ സോഫയിൽ പോയിട്ടിരുന്നു, അതേ ഓർമ്മയുള്ളൂ. അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ എങ്ങനെയോ ഹസ്ബൻഡ് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു അലാറിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ പിന്നെ എഴുന്നേൽക്കുന്നത്. അങ്ങനെ എഴുന്നേറ്റ് പിന്നെ ചാടി എഴുന്നേറ്റ് പള്ളിയിൽ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ദൂരെയുള്ള പള്ളിയിൽ പോകുന്നതാണ് വിചാരിച്ചത്. അപ്പോൾ അവിടത്തോട്ട് പോകാൻ പറ്റുമെന്നൊക്കെ ഉള്ള ഒരു ടെൻഷനായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ
നിസ്കാരത്തിൻ്റെ സമയത്തിനേക്കാളും ഒരു 10-15 മിനിറ്റ് മുന്നേ തന്നെ എത്തി. കാരണം ഞാൻ ഡ്രസ്സൊക്കെ രാത്രി തന്നെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ലാതെ വേഗം തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റി. പള്ളിയിലെത്തിയ ഉടനെ തന്നെ നമുക്ക് കാവ്യം ഡേറ്റ്സൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് ഇതൊക്കെ ഗിഫ്റ്റ്സാണ് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഈദ്ഗാഹ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിള്ളേർക്ക് കൊടുക്കും. ഞാൻ ലാസ്റ്റ് ഇയർ വന്നപ്പോൾ ഇങ്ങനെ മുനിസിപ്പാലിറ്റിയുടെ വകയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അതൊക്കെ കിട്ടി. ഇതാണ് കേട്ടോ ആ ഒരു ഗിഫ്റ്റ് ബാഗിലുണ്ടായിരുന്നത്. ചിപ്സ്, ജ്യൂസ്, പിന്നെ പിള്ളേർക്കുള്ള എന്താ പറയുക ചോക്ലേറ്റ്സും ക്യാൻഡീസും പിന്നെ ഒരു ചോക്ലേറ്റ് കേക്കും അതൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഈദ്ഗാഹൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ പോയി നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ പറയുക സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ ഇനി അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് മുൻപേ തന്നെ എനിക്കൊരു ക്യാൻഡി സ്റ്റാൻഡ് ഇതൊക്കെ രാത്രി ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചതാണ്. ഉറങ്ങിപ്പോയതുകൊണ്ട് ഒന്നും പറ്റിയില്ല. അപ്പം ഈ സ്റ്റാൻഡൊന്ന് ഉണ്ടാക്കി ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് സ്ക്രൂ ചെയ്തിട്ട് എടുക്കാനേ ഉള്ളൂ. അതൊന്ന് ചെയ്തിട്ട് കുറച്ച് ക്യാൻഡീസും നട്ട്സൊക്കെ ഇട്ടിട്ട് അതൊന്ന് വെക്കണം. അത് രാത്രി ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഉറങ്ങിപ്പോയല്ലോ. ഇത് ഞാൻ ഐക്യയിൽ മുൻപ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1 year ആയി കാണും സെയിലിന് ഉണ്ടായിരുന്നൊരു സാധനമാണ്. ഈ ട്രേ ഇപ്പം അവർ ഇറക്കുന്നില്ല, ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ സെയിം തന്നെ കുറച്ചും കൂടെ വേറെ ഒരു മോഡലിലുള്ള ഒരു ഗോൾഡൻ കളർ ട്രേ ഐക്യയിലുണ്ട്. അതും ഇപ്പോൾ സെയിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് നല്ലൊരു എന്താ പറയുക ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിനാണ് കിട്ടിയത്. അങ്ങനെ നമ്മുടെ ക്യാൻഡി സ്റ്റാൻഡൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ട് എളുപ്പം തന്നെ കിച്ചണിലോട്ട് കയറി. ഫസ്റ്റ് തന്നെ ഞാൻ മുട്ടമാലയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നോമ്പിന് ഞാൻ മിക്കവാറും സ്നാക്സാണ് രാവിലെ ഉണ്ടാക്കാറ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എളുപ്പം തന്നെ ഹെവി ആയിട്ട് ലഞ്ച് കഴിക്കുമല്ലോ. ഇപ്പോൾ കാലിക്കറ്റിൽ ചില വീടുകളിലൊക്കെ മിക്കവാറും എല്ലാവരും കാലിക്കറ്റ് ടൗണിലും ഒക്കെ ഇങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പുട്ടും ബീഫൊക്കെ ഉണ്ടാക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ സ്നാക്സാണ് ഉണ്ടാക്കാറ്. അപ്പം ഇനി അടുത്തത് നമുക്ക് ഒരു എരിവും കൂടെ വേണമല്ലോ. അപ്പം ഞാനിവിടെ സമൂസയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ സമൂസയാണ്. സാധാരണ ബീഫാണ് ഉണ്ടാക്കാറ്. ഞാൻ ഇത്തവണ ചിക്കൻ ഫ്രൈയും മട്ടൺ ബിരിയാണിയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുറച്ച് ചിക്കൻ എടുത്തിട്ടാണ് സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ സമൂസയുടെ ഷീറ്റല്ല ഇത്, നമ്മളിങ്ങനെ കൈവച്ചിട്ട് നോർമൽ മാവ് കൊണ്ട് പരത്തിയെടുക്കുന്ന ആ ഒരു സംഭവം സമൂസ തോല്. എനിക്ക് ഈ സമൂസ ഷീറ്റിൽ ഉണ്ടാക്കുന്ന സമൂസ എനിക്ക് അത്ര ഇഷ്ടമല്ല എന്നല്ല, തീരെ ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഞാൻ ചെയ്യുന്നത് ശരിക്കും അങ്ങനെ എന്താ പറയുക കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിലൊന്നും തോല് പരത്തുമ്പോൾ വരില്ല. അതൊക്കെ ഒരു എന്താ പറയുക അങ്ങനെ ഷേപ്പൊന്നും ആവില്ല. പക്ഷെ എന്നിരുന്നാലും ഞാനത് ഇച്ചിരി മെനക്കെട്ടിട്ടാണെങ്കിലും ഞാനത് ചെയ്യും. അങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. മറ്റേ ആ ഒരു വാങ്ങിക്കുന്ന സമൂസ ലീഫ് ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വെജിറ്റബിൾ സമൂസയൊക്കെ ആണെങ്കിൽ അതിഷ്ടമാണ്, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു നാടൻ മസാലയിൽ ഉണ്ടാക്കുന്ന ബീഫും ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പരത്തിയെടുക്കുന്ന ഒരു തോല് വെച്ചിട്ടുണ്ടാക്കുന്ന സമൂസയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ നമ്മുടെ സമൂസകളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പം ഞാനിവിടെ സമൂസ കഴിക്കില്ല. അപ്പം ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരം പഴംപൊരിയാണ്. അപ്പം ഞാനതുകൊണ്ട് ആൾക്ക് ഫസ്റ്റ് കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പം അത് മധുരമല്ലേ, അപ്പോൾ അത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് സമൂസ ഫ്രൈ ചെയ്യുന്നത്. പഴം ഞാൻ ഒരു പഴം 3 എണ്ണം ആക്കിയിട്ട് പിന്നെ പിന്നെയും കുഞ്ഞു കുഞ്ഞു സ്ലൈസസ് ആക്കി എടുത്തിട്ടാണ് കേട്ടോ. അതാണ് ഇത്ര ചെറിയ പഴംപൊരി, എനിക്കതാണ് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് സമൂസയുടെ വലുപ്പമൊന്നും കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ വീട്ടിലെപ്പോഴും ഉമ്മാനെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഉമ്മ അറിയും നീ സമൂസ ഇതാക്കുമ്പോൾ എല്ലാം പലതരം ഷേപ്പിലാണ് ഉണ്ടാവുകയെന്ന്. അപ്പം ഞാൻ പറയും ഇതെങ്ങനെയും കഴിച്ചാൽ പോരെയെന്ന് ചോദിക്കും. അപ്പം എൻ്റെ ഒരു തിയറി അതാണ്, വലിയ കുഴപ്പമില്ലെങ്കിലും നമുക്ക് സാധനം കഴിച്ചാൽ പോരെ എന്നാണ് കേട്ടോ ഞാനെപ്പോഴും വിചാരിക്കാറ്. അപ്പം അതല്ല, വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ സമൂസ എല്ലാം ഒരേ വലുപ്പവും ഒരേപോലെ ആയിരിക്കും. എൻ്റേത് അങ്ങനെയൊന്നുമല്ല. അങ്ങനെ നമ്മുടെ സ്നാക്സ് പരിപാടികളെല്ലാം ഫ്രൈയിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എളുപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ ഞാൻ മുട്ടമാലയും ഒക്കെ സ്നാക്സ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് കേട്ടോ എടുത്തത്. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ലഞ്ചിനും എടുത്തു. പിന്നെ കുറച്ച് ഞാനൊരു 12 മുട്ടയ്ക്കാണ് ഉണ്ടാക്കിയത്. അതുതന്നെ ചെറിയ മുട്ടയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം മാല കിട്ടിയില്ല. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക
ഒരു മധുരമാണ് മുട്ടമാലയും. നമ്മളവിടെ കാലിക്കറ്റിൽ മുട്ടസുർക്ക എന്നാണ് പറയുക. ഇത് രണ്ടും ഇപ്പം സൽക്കാരങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ബിരിയാണിയൊക്കെ കഴിക്കുന്നതിനേക്കാൾ കൂടുതലിഷ്ടം ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതും ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ നമ്മുടെ ചായയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലഞ്ചിൻ്റെ മെയിൻ പരിപാടികളുടെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടേബിൾ അറേഞ്ച് ചെയ്യുന്നത്, ഭയങ്കര കാര്യമായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ഒന്നുമില്ല. കാരണം ലാസ്റ്റിലോട്ടായപ്പോൾ പിന്നെ നല്ല വിശപ്പും പിന്നെ എന്താ പറയുക, രാത്രിയിലത്തെ ഉറക്കം ശരിയാവാത്തതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം കൂടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കാര്യമായിട്ടൊന്നും സെറ്റ് ചെയ്തില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്ത്. ഇത് ഡെസേർട്ട് കേട്ടോ. ഡെസേർട്ട് ഞാനൊരു കാരമൽ പുഡിങ്ങാണ് ഉണ്ടാക്കിയത്. ഇത് പാക്കറ്റല്ല, ഞാൻ നോർമൽ എഗ്ഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ കസ്റ്റർഡ് ഉണ്ടാക്കിയെടുക്കില്ല, അങ്ങനെ സ്റ്റീം ചെയ്തെടുത്ത പുഡിങ്ങാണ്. അതായിരുന്നു എളുപ്പം. അപ്പം അത് വേഗം ഉണ്ടാക്കി. അങ്ങനെ നമ്മളിതാ ലഞ്ച് കഴിക്കുകയാണ്. അധികം ഭയങ്കര വലിയ ലഞ്ചൊന്നുമില്ല. മട്ടൺ ബിരിയാണി, ചിക്കൻ ഫ്രൈയും പിന്നെ നോർമൽ റൈത്ത, ചമ്മന്തി കാര്യങ്ങളൊക്കെ. പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ കാര്യമായിട്ട് എവിടെയൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് ചെയ്ത് ഇറങ്ങി. ആസ് യൂഷ്വൽ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. പക്ഷെ നമ്മൾ ഇറങ്ങിയ സമയം ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ലഞ്ചെല്ലാം കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇറങ്ങുമ്പോഴത്തേനും ഒരു സമയമായി. അതുകൊണ്ട് നമ്മൾ അവിടെ പോയപ്പം നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ആ പോയ പോലെ തന്നെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് പിന്നെ പോയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത്. ആദ്യം നമ്മൾ ഷാർജ മോസ്കിലായിരുന്നു പോയത്. അവിടെ ഭയങ്കര തിരക്ക്, ഒരുപാട് ആളുണ്ടായിരുന്നു. സാധാരണ ഇത്രയും ആളുണ്ടാവാറുണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ എൻ്റെ ഈ ഡ്രസ്സ്. ഞാൻ ഇത്തവണ സൽവാറാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരിപ്പിച്ചതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് ആ പെരുന്നാളിൻ്റെ അന്നാണ് കേട്ടോ. അന്ന് പോയി ജസ്റ്റ് ഡ്രസ്സ് ചെയ്ത് പോയെന്നേ ഉള്ളൂ. നമ്മൾ പുറത്തൊന്നും ഇറങ്ങാൻ വേണ്ടി പറ്റിയില്ല. അന്ന് പിന്നെ നമ്മൾ പോയ പോലെ തന്നെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങി. നമ്മൾ ലോങ്ങൊന്നും എവിടെയും പോയിട്ടില്ല. കാരണം ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു എല്ലാ സ്ഥലത്തും, റോഡെല്ലാം ബ്ലോക്കും. അതുകൊണ്ട് എവിടെയും പോയില്ല. അപ്പോൾ പിറ്റേ ദിവസം പോയി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് ഐക്യയിലൊന്ന് പോകാനുണ്ടായിരുന്നു. ഒരു സാധനം ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കുഞ്ഞു പരിപാടിയും കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴി കുഞ്ഞു മഴയൊക്കെ കിട്ടി. വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ മഴ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇതൊക്കെയാണ് ഈദിൻ്റെയും റമദാൻ്റെയും ഒക്കെ കൂടെയുള്ള കുഞ്ഞു വിശേഷങ്ങൾ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.